4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്നാക്ക് നമുക്ക് പരിചയപ്പെട്ടാലോ. ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം. 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ പിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരിക. ഇനി 3 ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അത് ഇതേപോലെ ഞാൻ ബോയിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ജ്യൂസി ടൈപ്പിൽ ഉരുളക്കിഴങ്ങ് കിട്ടും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സവാള, മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടിയുണ്ടല്ലോ, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യമേ ഇത് ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ വെള്ളമൊന്നും അധികം ചേർക്കണ്ട, ഒട്ടും ചേർക്കാതെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ഉരുളകളാക്കി എടുക്കുക. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് വറുത്തെടുക്കുക. നമ്മളിതിൽ മുട്ടയിലോ കോൺഫ്ലവറിലോ ഒന്നും മുക്കി പൊരിക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. അധികം എണ്ണ പിടിക്കുകയില്ല. നമ്മൾ റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട, ഞാൻ കാണിച്ചു തരാം. അകമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, എണ്ണ അധികം പിടിച്ചിട്ടുമില്ല. അപ്പോൾ കുട്ടീസൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും.